അശോകേട്ടാ, ഈ സ്വർണത്തിൻ്റെ വില നോക്കുന്നു. ഇന്നത്തെ വില നിരക്ക് 89,450 റുപ്യ. 1,00,000 ആകണം. ഇനി കൂടുതൽ സമയമൊന്നും വേണ്ട. ഇതിനെന്താ ഇതിൻ്റെ ഒരു സംഭവം? ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റ് കളിയല്ലേ ഇത്. ഡോളറിൻ്റെ വില താഴ്ന്നു, ഫെഡിൻ്റെ പലിശ നിരക്ക് കുറയുന്നു എന്ന് തോന്നുമ്പോഴാണ് ഈ സ്വർണത്തിൻ്റെ വില കയറി വരുന്നത്. ഇപ്പം ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാലു. ഗിരീഷ് ഏട്ടാ നമസ്കാരം. രാമനേട്ടാ ഒരു കട്ടനടിക്ക്. എന്താണ് ബാലു വിശേഷം? വിശേഷമുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞു. ആരിന്റെ? നിന്റെ മകളുടെയാ? എൻ്റെ മകളുടെ തന്നെ. എന്താണ്ടാ ഒരു വാക്ക് നാളെ കൊണ്ട് പറയണ്ടാ? അത് അങ്ങനെ ആയിരുന്നു. അപ്പം മകള് തന്നെ വരുമാനം കണ്ടുപിടിച്ചു അല്ലേ? ആന്ന് കാലത്ത് കോളായി പോയവളാണ്. ഉച്ചയ്ക്ക് വിളിച്ച് പറയാണ്, അച്ഛാ ഞങ്ങളിനി അന്വേഷിക്കണ്ട, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. സത്യം പറഞ്ഞാലേ ബാലു ലോട്ടറി അടിച്ച പോലെ അല്ലേ? ബമ്പർ എന്ന് പറയാ, വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറി എന്ന് പറയാ. കല്യാണ ചെലവ്, വണ്ടി വാടക, ഹാള്, അത് ഇത് എല്ലാം, സ്വർണത്തിൻ്റെ വിലക്ക് ഇതെല്ലാം നോക്കുമ്പോൾ ബാലു ബമ്പർ അടിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. പഴയ കാലമൊന്നും അല്ലല്ലോ, എല്ലാം പഠിച്ച മക്കള്. അവർ തീരുമാനിക്കണം, അവർ ചെയ്യും. നമുക്ക് എന്ത് റോള്? നമ്മൾ അച്ഛനായിട്ട് നിന്ന് കൊടുക്കുക, അത്ര തന്നെ. രാമനേട്ടാ ശരി എന്നാ. എന്തായാലും മൂപ്പർക്ക് സന്തോഷമായിട്ടുണ്ടോ അല്ലേ രാമനേട്ടാ? നീ പറഞ്ഞില്ലേ അവന് സന്തോഷമാണെന്ന്. എടാ ആ മനുഷ്യൻ്റെ ഉള്ളിൽ കനലാണ്ടാ. എനിക്ക് തോന്നുന്നില്ല അവന് സന്തോഷമാണെന്ന്. ഏതൊരു അച്ഛൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് പെമ്മക്കൾ പെറ്റു പോകുന്നതും അവന് നല്ല കുടുംബത്തിൽ കൊടുക്കണം, നല്ല ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്കണം, നല്ല സദ്യ കൊടുക്കണം. ഇനി സ്വർണത്തിന് എത്ര വലിയ വിലയാണെങ്കിലും എന്ത് വിറ്റിട്ടാണെങ്കിലും അത് ഭംഗിയായി നടത്തണം എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്ടാ. ആ പാവം പോണ പോക്ക് നോക്ക്.